ചില വേദനകളുണ്ട്, മനസ്സിന് താങ്ങാനും പറ്റില്ല, ആരോടും പറയാനും പറ്റില്ല. ഇനി പറഞ്ഞാൽ തന്നെ അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നീ അവഗണിച്ച ശേഷവും ഒരൽപ്പം സ്നേഹത്തിനായി നിന്റെ പുറകെ വരുന്നവരെ ഒരിക്കലും അവഗണിച്ചു പോകരുത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപൂർവ മനുഷ്യരാണവർ. ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷേ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. ഊഹം നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാകുന്നു. ആര് നമുക്ക് എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിക്കുക. പ്രകടിപ്പിക്കാത്ത സ്നേഹവും കഴിക്കാത്ത ഭക്ഷണവും ചിലവാക്കാത്ത ധനവും ഇവയെല്ലാം ഉപകാരമില്ലാത്തതാണ്. സ്നേഹം, ഭക്ഷണം, ധനം ഇവയെല്ലാം അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുക. അത് 10 മടങ്ങായി തിരികെ ലഭിക്കും. വിലപ്പെട്ട സമ്മാനങ്ങളെക്കാൾ വിലപിടിപ്പുള്ളതാണ് ഒരു നല്ല വാക്ക്. സമ്മാനങ്ങൾ നൽകുന്ന സന്തോഷം ഒരു നിമിഷം മാത്രമേ നിൽക്കൂ. എന്നാൽ ഒരു നല്ല വാക്കിന് ഒരു ജീവിതകാലം മുഴുവൻ സന്തോഷം നൽകാൻ കഴിയും. വാക്കുകൾ മനോഹരമായി ഉപയോഗിക്കുക. ആളുകൾ മുഖം മറന്നേക്കാം, പക്ഷേ വാക്കുകൾ മറക്കുന്നില്ല. വഴിയിൽ വളവുകളും കുഴികളും ഉണ്ടെന്ന് കരുതി ആരും യാത്ര ചെയ്യാതിരിക്കുന്നില്ല. ജീവിതം അങ്ങനെ തന്നെയാണ്. സഹായങ്ങളും വരും, പ്രതിസന്ധികളും വരും. ക്ഷമയോടെ യാത്ര തുടരുക. ഇരുട്ടറയിൽ ലോകം അവസാനിക്കുകയാണെന്ന് പുഴു കരുതി കാണും. എന്നാൽ കാലം അവനെ ഒരു ചിത്രശലഭമാക്കി മാറ്റി. കൊഴിഞ്ഞുപോയ ഇലകളെപ്പറ്റി ചിന്തിക്കാൻ വൃക്ഷങ്ങൾ വ്യാകുലപ്പെടാറില്ല. അതുപോലെയാകണം നമ്മളും. കൊഴിഞ്ഞുപോയതൊക്കെ പോട്ടെ, വരാനുള്ളതിനെപ്പറ്റി ചിന്തിക്കാൻ നോക്കണം. ജീവിതത്തിൽ പണത്തേക്കാൾ വലിയ സമ്പാദ്യങ്ങളുണ്ട്. അതാണ് നല്ല ബന്ധങ്ങൾ. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കുന്ന, നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ട്. അവരെ ചേർത്ത് നിർത്തുക. അതാണ് യഥാർത്ഥ സമ്പാദ്യം. സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. സ്വപ്നങ്ങൾക്ക് അധ്വാനമില്ലാത്ത ഉറക്കവും ലക്ഷ്യങ്ങൾക്ക് ഉറക്കമില്ലാത്ത അധ്വാനവുമാണ് വേണ്ടത്. കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മറന്നേക്കാം, പക്ഷേ കണ്ണ് നിറച്ചവരെയും കണ്ണീർ തുടച്ചവരെയും മറക്കരുത്. എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരാകണമെന്നില്ല. എന്നാൽ സ്വന്തം കഴിവുകൾ വികസിപ്പിച്ചെടുക്കുവാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണ്. തെറ്റായ പാതയിലൂടെ കൂടുതൽ ആളുകളുമായി ഒന്നിച്ചു നടക്കുന്നതിനേക്കാൾ ഭേദം നേരായ പാതയിലൂടെ തനിച്ചു നടക്കുന്നതാണ്. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി ഒരിക്കലും കരയരുത്. അയാളെക്കാൾ മികച്ച ഒരാളെ കണ്ടെത്താൻ അവസരം നൽകിയതിന് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറയുക. അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ അവസാനം വരെ പിന്തുണയ്ക്കുന്നത്. അറിവിൻ്റെ ശക്തിയിൽ ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിലെ എല്ലാ ദുർഘടമായ സാഹചര്യത്തെയും മറികടക്കാൻ കഴിയും. ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ആ മരത്തെ ആരും ശ്രദ്ധിക്കാറില്ല, തണൽ മാത്രം ആസ്വദിക്കുന്നു. അതുപോലെയാണ് ജീവിതത്തിലും തണലായി കൂടെ നിന്നവരെ ആരും ശ്രദ്ധിക്കില്ല. അവർക്ക് മുഖ്യം അവരുടെ സുഖം മാത്രമാണ്. തണൽ മാറി വെയിൽ വരുമ്പോൾ അവർ അടുത്ത തണൽ നോക്കി യാത്രയാവുകയും ചെയ്യും. മനസ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടമുണ്ടായാൽ നമ്മൾ അറിയാതെ തന്നെ മാറിപ്പോകും. ഒന്നെങ്കിൽ ദേഷ്യമോ വെറുപ്പോ പുറത്ത് പ്രതിഫലിക്കും, അല്ലെങ്കിൽ മൗനം കണ്ട് സ്വയം അവനവനിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടും. Thank you for watching. Please support and subscribe.